ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും കർത്താവിൻ്റെ ഈ വചനം നമ്മൾ അനുസ്മരിക്കണം. ഓരോ സാക്ഷ്യവും നമ്മളോട് പറയണത് അതാണ്. എന്താണ് പറയണത്? അതൊരു പുതിയ പ്രസ്താവനയല്ല. ബൈബിൾ മുഴുവനുമുള്ള ദൈവത്തെ കണ്ട തൊട്ട ആൾക്കാരുടെ എല്ലാം അനുഭവ പ്രസ്താവനയാണ്, സാക്ഷ്യമാണ്. ഞാനിപ്പോൾ പറഞ്ഞ വചനം ജൂഡിറ്റാണ്. ജൂഡിറ്റ് 11-ാം അധ്യായമാണ്, 31-ാമത്തെ വാക്യമാണ്. ആ സാഹചര്യം ഭയങ്കര സങ്കടകരമായൊരു സാഹചര്യത്തിലാണ് ജൂഡിറ്റ് ഇത് പറയണത്. ജൂഡിറ്റിൻ്റെ വംശത്തെ നശിപ്പിക്കാൻ വേണ്ടി ഹോളോഫർണസ് ലക്ഷക്കണക്കിന് പട്ടാളമായിട്ട് പാളയമടിച്ചിരിക്കുക. അപ്പോഴേ തീർന്നെന്ന് വിചാരിച്ചൊരു സമയമാണത്. അപ്പോഴാണ് ജൂഡിറ്റിനെ കർത്താവ് തട്ടി ഉണർത്തിയത്. പിന്നെ നമ്മൾക്ക് കഥ അറിയാം അതിൻ്റെ. ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയി ഇന്ന് വായിക്കണം ജൂഡിറ്റ്. എന്നിട്ട് ഹോളോഫർണസിൻ്റെ തല വെട്ടി സഞ്ചിയിലാക്കി അവൾ രാത്രി വരും ഈ വംശത്തെ രക്ഷിച്ചുണ്ട്. എന്നിട്ട് മല കയറി വന്ന് കവാടത്തിൻ്റെ മുമ്പിൽ രാത്രി നിന്നിട്ട് കാവൽക്കാരോട് പറയുന്നൊരു വാക്കാണ്, കവാടങ്ങളെ തുറക്കുവിൻ, നമ്മുടെ ദൈവം നമ്മോട് കൂടെ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, ആമേൻ യേശുനാഥാ, ആമേൻ, ആമേൻ ദൈവപുത്ര, ആമേൻ, ആമേൻ സർവശക്ത നിത്യപിതാവേ, ആമേൻ, ആമേൻ യേശുനാഥാ, ആമേൻ, ആമേൻ ദൈവപുത്ര, ആമേൻ, ആമേൻ സർവശക്ത നിത്യപിതാവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കട്ടെ. ഇതുപോലെ നമ്മുടെ ആയുസ്സിനെതിരെ നിൽക്കുന്ന രോഗമായാലും കടമായാലും ജീവിത പ്രതിസന്ധികളായാലും അവയെ പോരാടി ജയിച്ചു കഴിയുമ്പോൾ നമ്മൾ പറയണം, എന്തെന്ന് പറയണം? നമ്മുടെ ദൈവം. അതാണ് എൻ്റെ സൂചന എന്ന് പറയണത്. ഇപ്പം അശ്വതി സാക്ഷ്യം പറഞ്ഞില്ലേ? അശ്വതി തൊണ്ടയിടറിക്കൊണ്ടാണ് ആ കുഞ്ഞ് സാക്ഷ്യം പറഞ്ഞത്. എന്താ കാര്യം എന്നറിയാവൂ? വീട് മുങ്ങിപ്പോകണ ഒരവസ്ഥയായിരുന്നു. പലതരത്തിലുള്ള രോഗങ്ങളാണ്. അമ്മയുടെ കൊച്ചമ്മയ്ക്ക് രോഗം അല്ലേ, അപ്പായ്ക്ക് ജോലി നഷ്ടപ്പെട്ടിട്ട് 4 വർഷം. അവൾക്ക് ഇനി എന്തെടുത്ത് പഠിക്കണമെന്ന് അറിയില്ല. അപ്പോൾ അമ്മ ഒറ്റക്ക് പോകുന്നെന്നാണ് പറയണത്. അവളെ തൊണ്ടയിടറി എന്താ പറയണത്? ഇത്രയും കുടുംബം രക്ഷപ്പെടുത്തിയ ഒരു യാത്രയ്ക്ക് ഞങ്ങൾക്കാർക്കും അമ്മയുടെ കൂടെ വരാൻ കഴിഞ്ഞില്ല, വാസന്തി ഒറ്റക്ക് വന്നെന്നാണ്. അത് പറഞ്ഞപ്പോൾ അശ്വതിയുടെ തൊണ്ടയിടറി. ഒരു വലിയ യാത്ര തുടങ്ങിയിരുന്ന കുടുംബം രക്ഷപ്പെടാനുള്ള വിശ്വാസത്തിൻ്റെ യാത്ര. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ യേശുനാഥാ, ആമേൻ, ആമേൻ ദൈവപുത്ര, ആമേൻ, ആമേൻ സർവശക്ത നിത്യപിതാവേ, ആമേൻ, ആമേൻ യേശുനാഥാ, ആമേൻ, ആമേൻ ദൈവപുത്ര, ആമേൻ, ആമേൻ സർവശക്ത നിത്യപിതാവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടാകട്ടെ. ഉടമ്പടി കൂടെ സഞ്ചരിക്കുന്ന ദൈവത്തിൻ്റെ പ്രാർത്ഥനയാണ്. ദൈവത്തോടുള്ള കൂടെ സഞ്ചരിക്കാം.
ബൈബിൾ എപ്പോഴും ആവർത്തിച്ച് പറയും, കൂടാരത്തിലൂടെ ഈ കാലമെല്ലാം ഞാനും നിങ്ങളുടെ കൂടെ സഞ്ചരിക്കുകയായിരുന്നു. കൂടാരത്തിലൂടെ, വാഗ്ദാന പേടകത്തിലൂടെ ഈ കാലമെല്ലാം ഞാനും നിങ്ങളുടെ കൂടെ സഞ്ചരിക്കുകയായിരുന്നു. 2 സാമുവേൽ 2:7 ഒന്ന് പറഞ്ഞേ, കൂടാരത്തിലൂടെ ഈ കാലമെല്ലാം ഞാനും നിങ്ങളുടെ കൂടെ സഞ്ചരിക്കുകയായിരുന്നു. 2 സാമുവേൽ 2:7 കൂടാരത്തിലൂടെ ഈ കാലമെല്ലാം ഞാനും നിങ്ങളുടെ കൂടെ സഞ്ചരിക്കുകയായിരുന്നു. വാഗ്ദാന പേടകത്തിൻ്റെ ആ പദ്ധതി തന്നെ അങ്ങനെയാണ്. എന്തിനാ? കൂടെ സഞ്ചരിക്കാൻ. കൂടെ സഞ്ചരിക്കുന്ന ദൈവം. പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ കൂടെ സഞ്ചരിക്കുവാൻ പരിശുദ്ധ കുർബാനയായി, വാഗ്ദാന പേടകമായി, പരിശുദ്ധ അമ്മയായി, വാഗ്ദാന പേടകമായി കർത്താവേ, സ്വർഗീയ പദ്ധതി സ്വരൂപിച്ച ദൈവമേ ആരാധന. സ്വർഗീയ പദ്ധതി സ്വരൂപിച്ച ദൈവമേ ആരാധന. ശ്രുതികട്ടെ. ഇപ്പം MBA എക്സാം എഴുതാൻ നല്ല കപ്പാസിറ്റി അവൾക്ക് ഇല്ലെന്നറിയാം. അതുകൊണ്ട് കാശുരൂപം ഉരച്ചാണ് ഓരോ പരീക്ഷയ്ക്കും ഉത്തരം എഴുതണമെന്ന് പറഞ്ഞില്ലേ? കാശുരൂപമല്ല ഉരക്കണം. എന്താ ഉരക്കണത്? വിശ്വാസം ഉരക്കും ഓരോ സമയത്തും. ആ കുഞ്ഞുങ്ങളൊക്കെ ജീവിതം കണ്ടില്ലേ? എന്ത് രസമാണ് കേൾക്കാൻ. ഓരോ സമയത്തും പ്രാർത്ഥിച്ച കർത്താവേ, അതുപോലെ ഞങ്ങളുടെ വിശ്വാസവും അങ്ങ് വർദ്ധിപ്പിക്കണമേ. കൂടെ സഞ്ചരിക്കുന്ന അങ്ങയെ തിരിച്ചറിയാൻ, അടയാളങ്ങൾ വിവേചിക്കുവാൻ അഭിഷേകം ചെയ്യണമേ. സ്തുതികട. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. ഈ ഉടമ്പടി കറക്റ്റായിട്ട് നമ്മൾ അനുഷ്ഠിച്ച് വരുമ്പോൾ ഉണ്ടല്ലോ, ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മൾ വാഗ്ദാന പേടകമായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോഴാണ് ഈ കൂടസഞ്ചാരം വ്യക്തമാകണത്. ഇന്നലെ സുനി സാക്ഷ്യത്തിൻ്റെ സമയത്ത് വീണ്ടും കൗൺസിലിംഗ് വന്നപ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞു. എന്നാൽ ആ സഹോദരിയെ നിങ്ങൾക്കെല്ലാം സാക്ഷ്യത്തിലൂടെ അറിയാം. അവിടെ സാക്ഷ്യം 1.25 ലക്ഷം ആൾക്കാരെ ഒരാഴ്ച കൊണ്ട് കണ്ട സാക്ഷ്യമാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അവരുടെ പ്രശ്നം, അവൾ സഞ്ചാരി മാതാവിനെ അടുക്കളയിൽ കണ്ടു, എൻ്റെ കിടക്കയിൽ കണ്ടു എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ സാക്ഷ്യമുണ്ട്. ഇല്ലെങ്കിൽ ഇന്ന് നോക്കണം. അപ്പോൾ അവൾ ഇന്നലെ വന്നപ്പോൾ എന്നോട് പറഞ്ഞത്, അച്ഛാ പറയാൻ മറന്നുപോയി, അതിനുശേഷം 3-4 പ്രാവശ്യം അമ്മയെ കണ്ടു ഞാൻ. അതായത് നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ദൈവം. ഇതിൻ്റെ അടയാളങ്ങൾ നിങ്ങൾ വളരെ, എനിക്ക് തോന്നുന്നു കുറച്ച് വിജിലൻ്റ് ആകണമെന്ന് തോന്നണം. കാര്യം ഉടമ്പടി കറക്റ്റായിട്ടാണ് നിങ്ങൾ ചെയ്യണത്, പകുതി 3/4 പേരും. അപ്പോഴ അടയാളങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ ഓഫീസിലും നിൻ്റെ വഴിയാത്രകളിലുമൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളം കാണും. അത് വിവേചിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ അത്യാഹ്ലാദം ഉണ്ടാകും. നമുക്ക് നല്ല ധൈര്യമുണ്ടാകും. പ്രാർത്ഥിക്കുക കർത്താവേ. പുറപ്പാട് 33:14 വാഗ്ദാന പ്രകാരം ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന ദൈവമേ, സംഭവിക്കുന്ന ഓരോ വിഷയങ്ങളിലും അടയാളങ്ങളിലൂടെ നിന്റെ സാന്നിധ്യം വിവേചിച്ചറിയാൻ എനിക്ക് അന്തർജ്ഞാനം നൽകണമേ. ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കണമേ. ശ്രുതികട്ടെ. ദൈവത്തിൻ്റെ സാന്നിധ്യം സഭയിൽ ഉറപ്പുവരുത്തുന്ന ഏറ്റവും ശക്തമായ കൂദാശയത വിശുദ്ധ കുർബാനയാണ്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ കുർബാനയിലെ കർത്താവിൻ്റെ സാന്നിധ്യം എപ്പോഴാണ് ഉത്ഭൂതമാകുന്നത്? അവൻ്റെ ഓർമ്മയ്ക്കായി നമ്മൾ ചെയ്യുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോഴേ ഓർമ്മയാണ് സാന്നിധ്യത്തിൻ്റെ കാരണം. മനസ്സിലായ? സാന്നിധ്യം എങ്ങനെ സംലഭ്യം ആക്കാം എന്ന് ഈശോ വെളിപ്പെടുത്തുകയാണ്. സ്തുതികട. ഹല്ലേലൂയ. പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ.
അപ്പോൾ സാന്നിധ്യം സംലഭ്യമാകുന്നത് എപ്പോഴാണ്? ഓർമ്മ ആചരിക്കുമ്പോൾ. ക്ലിയർ അല്ലേ? ഇതാണ് എൻ്റെ ഫോർമുല. ദൈവത്തിൻ്റെ ഒരു ആദ്യകാലം മുതലുള്ള പരിപാലനയുടെ പദ്ധതിയാണ് നമ്മുടെ കൂടെ സഞ്ചരിക്കുക എന്നുള്ളത്. കൂടെ സഞ്ചരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അനുഭവിക്കുന്ന ഫോർമുല എന്താണ്? ഓർമ്മയ്ക്കായി അനുഷ്ഠിക്കുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എപ്പോഴും ഞങ്ങൾ കുർബാന കൂടിക്കൊണ്ടിരിക്കണം. അല്ല, നമ്മൾ ചെയ്യുന്നതെല്ലാം അവൻ്റെ ഓർമ്മക്കാക്കണം. പറഞ്ഞ മനസ്സിലായേ? അപ്പോഴാണ് സാന്നിധ്യം അനുഭവിക്കുന്നത്. ഇപ്പം 1 കൊറിന്ത്യൻസ് 11:26 1 കൊറിന്ത്യൻസ് 11:26 എത്ര കാലം വരെയാണ് ഈ ഓർമ്മ ആചരിക്കേണ്ടത്? അവൻ്റെ പ്രത്യാഗമനം വരെ. കൈയിടിച്ച് കർത്താൻ ശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓർമ്മ ആചരിക്കണത് എങ്ങനെയാണ്? അഥവാ ഓർമ്മ ആചരിക്കുന്നത് എപ്പോഴാണ്? സെൻറ്റ് പോൾ പറയും, ഓർമ്മ ആചരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവൻ്റെ മരണത്തെ പ്രഖ്യാപിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതാ 1 കൊറിന്ത്യൻസ് 11:26 പറയണത്. എന്താ പറയണത്? ഓർമ്മ ആചരിക്കുമ്പോൾ അവൻ്റെ മരണത്തെ പ്രഖ്യാപിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നുവെച്ചാൽ അവൻ എൻ്റെ പാപത്തിന് പരിഹാരമായി മരിച്ചുവെന്ന്, അവൻ്റെ മരണം എൻ്റെ പാപത്തിന് പരിഹാര ബലിയാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. അതാണ്. അത് ഇന്ന് വരെ പ്രഖ്യാപിക്കണം. അവൻ്റെ പ്രത്യാപനം വരെ, അവൻ്റെ വീണ്ടും വരവ് വരെ പ്രഖ്യാപിക്കും. അത് നമുക്ക് പരിശുദ്ധ കുർബാനയിലൂടെ പ്രഖ്യാപിക്കാം. അതുപോലെ എന്തെല്ലാം ത്യാഗങ്ങളെ അവൻ്റെ നാമത്തിൽ ഏറ്റെടുക്കുന്നുവോ അപ്പോഴെല്ലാം അവൻ്റെ ഓർമ്മയാചരിക്കുകയാണ്, അവൻ്റെ മരണം പ്രഖ്യാപിക്കുകയാണ്, അവൻ്റെ സാന്നിധ്യം സംലഭ്യമാക്കുകയാണ്. കൈ അടിച്ച് കർത്താവിൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓർമ്മ ആചരിക്കുമ്പോൾ എന്താ സംഭവിക്കണത്? അവൻ്റെ മഹത്വത്തിന് ഉപരിമഹത്വം നമ്മൾ കരയേറ്റുകയാണ് ചെയ്യണത്. മനസ്സിലായോ? ഓർമ്മ ആചരിക്കണമെങ്കിൽ എന്തൊക്കെ വേണം? ദൈവിക പുണ്യങ്ങൾ വേണം, വിശ്വാസം വേണം, പ്രത്യാശ വേണം, ദൈവസ്നേഹം വേണം. ഇതിൻ്റെയും കൂടി ഒരു സിംഗിൾ ആപ്പാണ് ഓർമ്മ എന്ന് പറയണത്. ഓർമ്മ സംഭവമാണ്. ക്രിസ്ത്യാനിറ്റി നിൽക്കുന്നത് ഈ ഒറ്റ വാക്കിലാണ്, ഓർമ്മ. ഓർമ്മയെ ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് അടയാളം കാണുന്നത്. കൈ ഇടിച്ച് കർത്താവിൽ. അപ്പോൾ ഓർമ്മയെ ആചരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവൻ്റെ സാന്നിധ്യം സംലഭ്യമാകുന്നു. ഓർമ്മ ആചരിക്കുമ്പോൾ എങ്ങനെയാണ് ഓർമ്മ ആചരിക്കണത്? അവൻ്റെ മരണം പ്രഖ്യാപിക്കാൻ. എന്തിൻ്റെ മരണം? പരിഹാര മരണം. എന്തിനു വേണ്ടി? എൻ്റെ പാപത്തിന് എനിക്ക് പകരക്കാരനായി അവൻ മരിച്ചു. അവൻ്റെ മരണത്തിൽ പരിഹാര ബലിയിൽ അപ്പൻ പ്രസാദിച്ചു. അപ്പൻ്റെ പ്രസാദമാണ് കൃപ. കൈയിടിച്ച് കർത്താൻ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ സ്വന്തം നില ഇപ്പോൾ നമുക്കറിയാമല്ലോ, കർത്താവിൻ്റെ വചനം മോശ വഴി നിയമം ഉണ്ടായി. പറഞ്ഞ് മോശ വഴി നിയമമുണ്ടായി. യേശുക്രിസ്തു വഴി കൃപയും സത്യവും ഉണ്ടായി. അതാണ് യോഹന്നാൻ 1:16-17. മോശ വഴി നിയമം ഉണ്ടായി. പറഞ്ഞേ മോശ വഴി നിയമമുണ്ടായി. യേശുക്രിസ്തു വഴി കൃപയും സത്യവും ഉണ്ടായി. അപ്പം കൃപയും സത്യവും, കൃപ ആര് വഴി ഉണ്ടായതാ? അപ്പം കൃപയെന്ന് പറയാം എന്നാ? പിതാവിൻ്റെ പ്രസാദമാണ് കൃപ, ഇല്ലേ? മത്തായി സുവിശേഷം 12:18. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. മത്തായി സുവിശേഷം 12:18. ഒന്ന് പറഞ്ഞ, ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച
എൻ്റെ പ്രിയപ്പെട്ടവൻ. അപ്പം പിതാവ് പ്രസാദിച്ചിരിക്കുന്ന ആരിലാണ്? ഈശോയിൽ. ഈശോയുടെ എന്തിലാ? അവൻ്റെ മരണത്തിൽ. അവൻ്റെ മരണം എന്തിനു വേണ്ടിയാണ്? നമ്മുടെ പാപത്തിൻ്റെ പരിഹാരമായിട്ട്. വേറെ ഒരു പരിഹാരവും അപ്പന് മുതലാവത്തില്ല. അതൊന്നും പരിഹാരമല്ല എന്ന് അപ്പനെ അറിയാം. എന്താ കാര്യം? മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരം മനുഷ്യപ്രകൃതി തന്നെ നിറവേറ്റണം. പക്ഷെ മനുഷ്യന് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ? അവൻ ദൈവത്തോടാണ് അപരാധം ചെയ്തത്. അപ്പോൾ പിന്നെ ദൈവം തന്നെ വന്ന് മനുഷ്യനായി മനുഷ്യപ്രകൃതി പരിഹാരം ചെയ്യുമ്പോൾ അപ്പൻ പ്രസാദിക്കും. അതാണ് കൃപ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ നോമ്പ് കാലത്ത് കുരിശിൻ്റെ വഴി നടക്കത്തില്ലേ? അപ്പോഴൊക്കെ അറിയണം എന്താ ചെയ്യണമെന്ന്. ഓരോ കുരിശിൻ്റെ വഴിയും പാപപരിഹാരത്തിന് വേണ്ടി ചെയ്യുമ്പോൾ നമ്മൾ അവൻ്റെ മരണത്തെ പ്രഖ്യാപിക്കുകയാണ്. അവനോട് ഐക്യദാർഢ്യം പുലർത്തുകയാണ്. ജീസസ്, കർത്താവേ, നിൻ്റെ പീഡാനുഭവങ്ങൾ എൻ്റെയും ലോകത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ ആമേൻ യേശുദാദാ. ആമേൻ ആമേൻ ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. ആമേൻ ആമേൻ യേശുദാദാ. ആമേൻ ആമേൻ ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. കുരിശിൻ്റെ വഴികൾ ചില സമയത്ത് ആചാരം എന്നതിനേക്കാൾ ചിലപ്പോൾ നോൻപ് കാലത്ത് അനാചാരമായി മാറാറുണ്ട്. നോൻപ് കാലത്ത് ഞാൻ ഒരു 5 മണി മുതൽ രാത്രി, വൈകുന്നേരം 5 മണി മുതൽ രാത്രി 2 മണി വരെ ജനങ്ങളുടെ കൂടെ കുരിശിൻ്റെ വഴി നടത്തിയിട്ടുണ്ട്. ഒരു പ്രാവശ്യമല്ല, കുറേ കാലങ്ങൾ. അപ്പം ഞാൻ ഇന്നൊരു ചേടത്തിനെ ഓർക്കും. ഇത് ജനപട്ടക്കാരുടെ പൊടിക്കൈ കഥകളല്ല, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ്. ഞാൻ കഥ പറയാറില്ല, നിങ്ങൾക്കറിയാമല്ലോ. എൻ്റെ കണ്ണുകൊണ്ട് കാണാത്ത ഒരു കഥയും ജനങ്ങളോട് സുവിശേഷ പ്രഭാഷണത്തിൽ പറയാറില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പ്രസംഗം തമാശ പോലും പറയത്തില്ല. കർത്താവിൻ്റെ കുരിശ് മരണത്തിൻ്റെ ശക്തി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇടയ്ക്ക് ഫലിതം പറയാത്തത്. നമ്മളെ ജീവിക്കുന്ന യാഥാർത്ഥ്യങ്ങളെയാണ് കണ്ണുകൊണ്ട് കാണുന്നതും കൈകൊണ്ട് സ്പർശിച്ച് മനസ്സിലാക്കുന്നതും. അപ്പോഴേ ചില സ്ഥലങ്ങളിൽ വരുമ്പോൾ നമ്മൾ വീട് വീഴാൻ തോറുമാണ് കുരിശിൻ്റെ വഴി നടത്തണതേ. ഒരു വീട് ഒരു സ്ഥലമാക്കി എടുത്തിട്ട് 14 വീടാകുമ്പോൾ നിർത്തും. അപ്പം നിങ്ങളൊക്കെ അങ്ങനെയല്ലേ ചെയ്യണത്? ഞാനത് 89 ചെയ്ത കാര്യമാണ് ഈ പറയണത്. അപ്പം കൂടെ വരും ഇങ്ങനെ കുടുംബ യൂണിറ്റുകാരെ. പക്ഷെ ചില വീട്ടിൽ കയറത്തില്ല അവർ. എന്താ കാര്യം? അവരുമായിട്ട് വഴക്കുള്ളത് കൊണ്ടാണ് കയറാത്തത്. 7-ാം സ്ഥലത്ത് കയറത്തില്ല. 7-ാം സ്ഥലത്ത് ചേർത്ത് മുങ്ങും, 8-ാം സ്ഥലത്ത് പൊങ്ങും. പിന്നെയും 10ഉം 12ഒക്കെ വരും. അവർക്ക് ബുദ്ധിമുട്ടുള്ള വീടുകളിൽ അവർ കയറത്തില്ല. ഇങ്ങനെ കുരിശിൻ്റെ വഴികളുടെ എത്ര നോൻപുകൾ പോയിരിക്കുക. വീണ്ടും നോൻപ് വന്നിരിക്കുക. എൻ്റെ മക്കൾ കുരിശിൻ്റെ വഴി കർത്താവിൻ്റെ മരണത്തെ പ്രഖ്യാപിച്ച് കൃപ നേടുന്ന ജീവിത അനുഭവങ്ങളിൽ സംഭവിക്കുന്ന വിഷയങ്ങളെ അനുഷ്ഠാനങ്ങളിൽ അവതരിപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആത്മീയ ശുശ്രൂഷകളിലെ മഹത്തരമാണ്. പക്ഷേ അർത്ഥം നഷ്ടപ്പെടരുത്. അർത്ഥം നഷ്ടപ്പെട്ട ആചാരം അനാചാരമായി മാറും. ഞാൻ ഇരുന്ന നാടുകളിലൊക്കെ ആൾക്കാർ രാത്രി വിളക്കും കത്തിച്ച് കുരിശിൻ്റെ വഴി നടത്തും. പക്ഷേ അതേസമയം തന്നെ ഇതുപോലെ കർത്താവിൻ്റെ കുരിശിനെ പ്രതി ജീവിതത്തിൽ യാഥാർത്ഥ്യങ്ങൾ വരുമ്പോൾ അതിനെ പുറംതിരിഞ്ഞ് നിൽക്കുമ്പോൾ ഈ വിളക്കും കത്തിച്ച് നടത്തിയാൽ തീപ്പിശാച്ച് പോണ പോലെ ഇരിക്കും. അത് അഭ്യാസം പോലെ ഒരാഘോഷം. കുരിശിൻ്റെ വഴിയൊക്കെ ഇപ്പോൾ ആഘോഷമല്ലേ. ആത്മവിശുദ്ധീകരണത്തിൻ്റെ ആചാരങ്ങൾ ആഘോഷങ്ങളിലേക്ക് പോകുമ്പോൾ ചിരിക്കുന്ന ഒരാളുണ്ട്. അവൻ്റെ പേരാണ് പിശാച്.
അവനും വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിലെന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയണത്. ചുമ്മാല്ലേ, അവനും വിശ്വസിക്കുന്നുണ്ട്. അർത്ഥം നഷ്ടപ്പെട്ട ആചാരങ്ങൾ നടക്കുമ്പോൾ ചിരിക്കുന്ന ആളുടെ പേരെന്താണ്? പിശാച്. അവൻ്റെ പ്രത്യേകത എന്താ? അവനും വിശ്വസിക്കുന്നു ദൈവത്തിലെന്ന്. യേശു ഏകരക്ഷകനാണെന്ന് അവനെ അറിയാവുന്നതാണ് കർത്താവിൻ്റെ വചനം പറയണത്. യാക്കോബ് 2:19. പിശാച് ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവം ഏകനാണെന്ന് അവനറിയാമെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ പിന്നെ നമ്മുടെ വിശ്വാസത്തിന് എന്താണ് പ്രത്യേകത? അവിടെയാണ് വിഷയം. ഇപ്പം പിശാച് ദൈവത്തിൽ വിശ്വസിക്കുന്നു, അപ്പം നമ്മളും വിശ്വസിക്കുന്നു. അപ്പം നമ്മളും പിശാചും തമ്മിൽ പിന്നെ എന്താ വ്യത്യാസം? പിശാച് നമ്മൾ സാരി ഉടുത്തിട്ടുണ്ട്, പാൻസ് ഇട്ടിട്ടുണ്ട്, ഇതേ സ്റ്റോൾ ഇട്ടിട്ടുണ്ട്. പിശാച് സാധനം ഇട്ടിട്ടില്ല, അത്രേ ഉള്ള വ്യത്യാസം. പിശാചും നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. പിശാച് കർത്താവിൻ്റെ വചനം പറയണത് യാക്കോബ് 2:19 എന്താ പറയണത്? പിശാച് ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവം ഏകനാണെന്ന് വിശ്വസിക്കുന്നു, ഭയന്ന് വിറക്കുന്നു. പിന്നെ നമ്മുടെ വിശ്വാസം തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഒറ്റ വ്യത്യാസമേ ഉണ്ടാകാൻ പാടുള്ളൂ. എന്താണ്? പിശാച് ദൈവത്തിൽ വിശ്വസിക്കുന്നു, യേശു ഏകരക്ഷകനാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതിലെ അവന് ഭയം. അല്ലെ പിന്നെ കണ്ട കാര്യമില്ലല്ലോ. യേശുവിനെ ഭയമല്ലേ അവന്? യേശു ഏകരക്ഷകനായതുകൊണ്ട് ദൈവത്തെ അവന് ഭയമല്ലേ? അവൻ ഭയക്കണത് എന്താണ്? വിശ്വസിക്കുന്നത് കൊണ്ടാണ്. പക്ഷേ നമ്മൾ അവനും തമ്മിൽ വ്യത്യാസം എന്താ? അവൻ ഏകരക്ഷകനാണെന്ന് വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞു മനസ്സിലായ? ദൈവത്തെ മഹത്വപ്പെടുത്തി പിശാച് ജീവിക്കണില്ല. അപ്പം നമ്മളും ദൈവത്തെ മഹത്വപ്പെടുത്തണില്ല എന്നുണ്ടെങ്കിൽ വി വിൽ ബി എക്സാക്ട്ലി സൈറ്റൻ. നമ്മളും ചെകുത്താനെപ്പോലെ പോകും. വേറെ കുഴപ്പമില്ല. ഈ നോൻപുകാലത്ത് ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് വെച്ചാൽ എന്താണ്? കൃപ ലഭിക്കാത്ത ഒരു ഏർപ്പാടും മഹത്വമായി കണക്കാക്കാൻ പറ്റത്തില്ല. പറഞ്ഞു മനസ്സിലായ? അനുഗ്രഹമല്ലേ? മകളെ കെട്ടിക്കണത്, IELTS പാസ്സാകുന്നതും കാനഡയിൽ വീട് മേടിക്കണമൊക്കെ അനുഗ്രഹമാണ്. പക്ഷെ കൃപ ലഭിക്കാത്ത ഒരു വിഷയവും ദൈവത്തെ മഹത്വമായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. കൃപ ലഭിക്കുന്നത് എങ്ങനെയാണ്? അവൻ്റെ മരണത്തെ പ്രഖ്യാപിക്കുമ്പോഴാണ് കൃപ ലഭിക്കണത്. പറഞ്ഞു മനസ്സിലായില്ലേ? അത് അവൻ്റെ മരണത്തെ പ്രഖ്യാപിക്കണത് എപ്പോഴാണ്? അവൻ്റെ ഓർമ്മ ആചരിക്കുമ്പോൾ. ഓർമ്മ ആചരിക്കണത് ആരാണ്? അവനോട് സ്നേഹമുള്ളവരെ, വിശ്വാസമുള്ളവരെ, അവൻ്റെ പ്രത്യാഗമനത്തിൽ പ്രത്യാശയുള്ളവരെ കൈയടിച്ചു കർത്താവ് പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൊഴിച്ചുണ്ടാകട്ടെ. അപ്പോൾ ഓർമ്മ ആചരിക്കണത് എങ്ങനെയാണ്? അവൻ്റെ മരണത്തെ പ്രഖ്യാപിച്ചുകൊണ്ട്. അവൻ്റെ മരണത്തെ പ്രഖ്യാപിക്കുമ്പോൾ എന്താ സംഭവിക്കണത്? അവൻ്റെ മരണം എൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, സ്നേഹിക്കുന്നു, പ്രത്യാശിക്കുന്നു. അപ്പോൾ അവൻ്റെ നാമത്തെ നമ്മൾ മഹത്വപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ നാമം മഹത്വപ്പെട്ട് കഴിയുമ്പോൾ ആ കൃപ, അവൻ വഴി നേടിയെടുത്ത കൃപ നമുക്ക് ലഭിക്കുന്നു. പ്രീഡിയ. അതിനാണ് നമ്മൾ, ആ കൃപ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കീരലായസം പാടുന്നത്. കീരിയേ എന്ന് വെച്ചാൽ കർത്താവേ കനിയണമേ. എന്തിനാണ്? അങ്ങ് നേടിയെടുത്ത കൃപയുടെ ഒരു പങ്ക് ഞങ്ങൾക്ക് നൽകണമേ. അതാണ് കുർബാനയിൽ പറയുന്നില്ലേ, കർത്താവേ കനിയണമേ. പറഞ്ഞേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. ശ്രുതികട്ടെ, കർത്താവേ കനിയണമേ പാടുന്നു. നമ്മൾ ഒരുമിച്ച് പാടുന്നു. കർത്താവിൻ്റെ കൃപ നമുക്ക് ലഭിക്കാൻ പോകുന്നു. ശ്രുതികട്ടെ, ഹല്ലേലൂയ. യേശുവേ വിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. മക്കളെ, എന്ത് ത്യാഗ ഈ അവസ്ഥ, അതായത് എന്തെങ്കിലും ത്യാഗപ്രവൃത്തി, സമ്പത്ത് കൊണ്ടോ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ സമയം കൊണ്ടോ ഒക്കെ ചെയ്യലേ, അപ്പോഴൊക്കെ നിങ്ങൾ അവൻ്റെ ഓർമ്മ ആചരിക്കണമെന്ന് പറയണം. പറഞ്ഞാൽ മനസ്സിലായ? ഇങ്ങനെയാണ് ഓർമ്മ ആചരിക്കണത്. നമ്മുടെ ജീവിതം തന്നെ ഒരു കുർബാനയാണ്. ഇങ്ങനെയാണ് സഞ്ചാരി ദൈവത്തെ നമ്മൾ സംലഭ്യമാക്കണതും അനുഭവിക്കണതും ഓർമ്മ ആചരിക്കുമ്പോൾ. ഇപ്പം നിൻ്റെ നാത്തു
നിൻ്റെ പൊന്ന് വാങ്ങിച്ചൊരു വായ്പ വാങ്ങിക്കാൻ പോയതാണ്. പാവത്തിൻ്റെ ഇടയിൽ അവർ വന്ന് പറയുന്ന സങ്കടങ്ങൾ ഒന്നാണ്, അച്ഛൻ നാത്തും പൊന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി. തീരെ പാവപ്പെട്ടവരാണ് പറയാം, അച്ഛൻ എരവ് വാങ്ങിച്ചാണെന്ന് പറയും. എന്തിനാണ് വാങ്ങിച്ചത്? ഒരു അടിയന്തരത്തിൽ പോകാൻ മേടിച്ചതാണ്. പിന്നെ ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് അത് കളഞ്ഞു പോയെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം കളഞ്ഞു പോയതല്ല, അവരടിച്ചു മാറ്റി വേറെ സ്ഥലത്ത് കൊണ്ടുപോയി പണയം വെച്ചിരിക്കണമെന്നറിയാം. അപ്പോൾ നമ്മളോട് കാണിക്കുന്ന വഞ്ചനയാണ്. പറ്റിക്കുകയും ചെയ്ത് കൊള്ളയടിക്കുകയും ചെയ്ത് സ്നേഹത്ത് നിന്നുകൊണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇനി ചത്താലും ആ വീട്ടിൽ കയറണ്ടെന്ന് വിചാരിക്കും. ഇപ്പോൾ അവളെ ഓർത്ത് നമ്മുടെ മരണം, കർത്താവിൻ്റെ മരണം ആചരിക്കും. എന്താണ് പറഞ്ഞ മനസ്സിലായില്ലേ? അവർക്ക് നമ്മൾ വഞ്ചിച്ചതാണ്, നമ്മുടെ സ്വത്ത് പറ്റിച്ചെടുത്തതാണ്. പക്ഷേ അതിൻ്റെ പേരിൽ നമുക്ക് സങ്കടമുണ്ട്, വിഷമമുണ്ട്. നമ്മുടെ കുഞ്ഞിൻ്റെ അഡ്മിഷൻ വരെ പലപ്പോഴും അതുകൊണ്ട് മുടങ്ങി. ആ പൊന്നുണ്ടായിരുന്നെങ്കിൽ പണയം വെച്ച് നമുക്കത് കാര്യം കാണാമായിരുന്നു. ഭർത്താവിനെ ആശുപത്രി കൊണ്ടുപോയപ്പോഴും നമുക്ക് ഒരു നിവൃത്തിയില്ലാത്തപ്പോൾ നമ്മൾ ആ പൊന്നിനെ ഓർത്ത് വിഷമിച്ചു. നമ്മുടെ ജീവിതകാലം മുഴുവൻ നഷ്ടപ്പെട്ടു പോയ സഹോദരങ്ങൾ അടിച്ചു മാറ്റിയ സമ്പത്തിനെ ഓർത്ത് വിഷമിക്കുകയും അവരുടെ വെറുപ്പും വൈരാഗ്യവും ഇങ്ങനെ തിളച്ച് പതഞ്ഞു വരികയാണ് ചെയ്യണത്. ഇതാണ് നമ്മൾ ഓർമ്മയായിട്ട് ആചരിക്കാൻ പോണത്. ഇത് മരണം പോലെ നമ്മൾ വേദനിക്കുന്ന ഒരവസ്ഥയാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ഇത് നമ്മൾ ഈ നോൻപ് കാലത്തെ കർത്താവിൻ്റെ നാമത്തിലാക്കി മാറ്റും. കർത്താവേ, എനിക്ക് എൻ്റെ സഹോദരി എന്നോട് ചെയ്ത ചതി ഞാൻ നിൻ്റെ മരണത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് ആ വേദന നിൻ്റെ നാമത്തെ ഏറ്റുമേടിച്ചുകൊണ്ട് ആ വ്യക്തിയോട് ക്ഷമിക്കുന്നു എന്ന് പറയും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഇതുപോലെ പ്രമാണം വാങ്ങിച്ച ആൾക്കാരുണ്ട്. കൊച്ചാപ്പന്മാരും വല്യപ്പന്മാരും ഒക്കെ മനഃപൂർവ്വം ഭാഗോടമ്പടി ചെയ്യാതെ നിങ്ങൾ രക്ഷപ്പെടരുതെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവകാശപ്പെട്ട് തരാതെ പിടിച്ചു വെക്കുന്ന ആൾക്കാരുണ്ട്. ഇവരോടൊക്കെ നിങ്ങൾക്ക് വൈരാഗ്യമുണ്ട്, സങ്കടമുണ്ട്, പരിഭവമുണ്ട്. എൻ്റെ മക്കൾ മരണം പ്രഖ്യാപിക്കണം, അവൻ്റെ ഓർമ്മ ആചരിക്കണം. അവരും തരാത്തതല്ല നമ്മുടെ പ്രശ്നം. കാരണം ദൈവം ഒന്ന് കണ്ണ് തുറന്നാൽ തീരാവുന്ന പ്രശ്നം നിനക്കുള്ളു. പക്ഷേ നിന്നെ ദൈവം അനുഗ്രഹിക്കുമ്പോഴും ആ കൊച്ചാപ്പനോടും സഹോദരങ്ങളോടും ബന്ധുക്കളോടും ഒക്കെ ഉള്ള ഇതുപോലെ നമ്മളെ ചതിച്ചവരെ, വഞ്ചിച്ചവരെ, നമ്മളെ ഗതി പിടിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ചവിട്ടിപ്പിടിച്ചിരിക്കുന്ന ആൾക്കാരില്ലേ, അവരോടെല്ലാം മരണം, കർത്താവിൻ്റെ മരണം ആചരിക്കണം. എന്താണ് അതവൻ്റെ പ്രത്യാഗമനം വരെയാണ് നമ്മൾ ആചരിക്കണത്. കർത്താവേ, ഇങ്ങനെ എൻ്റെ ബന്ധുക്കൾ, സ്വന്തപ്പെട്ടവർ ചെയ്തത് കാരണം എൻ്റെ ജീവിതത്തിൽ ഇത്രയും ക്ലേശങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ നിൻ്റെ നാമത്തിൽ നിൻ്റെ ഓർമ്മ ആചരിച്ചുകൊണ്ട് നിൻ്റെ മരണം പ്രഖ്യാപിച്ച് അത് ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഹൃദയപൂർവ്വം അവരോട് ക്ഷമിക്കുന്നു. എൻ്റെ മക്കളെ, നമുക്ക് വസ്തു കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, നമുക്ക് പണം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, നമുക്ക് അതിർത്തി നമുക്ക് തന്നാലും തന്നില്ലെങ്കിലും, നമ്മളെക്കൊണ്ട് മതിൽ കെട്ടിച്ചാലും ഇല്ലെങ്കിലും, യു മസ്റ്റ് സേ, നീ പറയണം, എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അവരോട് ക്ഷമിക്കും, അവരുടെ സൗഹൃദമായി പെരുമാറും, ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തും. ഞാൻ പിശാചിനെ പോലെ വിശ്വസിക്കുകയല്ല, ഞാൻ സത്യസന്ധമായി വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞാൻ റോമ 4:20 അനുസരിച്ചുകൊണ്ട് വിശ്വാസത്തിൽ വളരും. പറഞ്ഞ്, ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ നാമത്തിലെ കുരിശുകൾ ഏറ്റെടുത്തുകൊണ്ട് അവൻ്റെ മരണം പ്രഖ്യാപിച്ച് അവൻ്റെ ഓർമ്മ ആചരിച്ച് അവൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കും. കൈകെട്ടി കർത്താവ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓർമ്മയാചരിക്കുന്നത് മരണം പ്രഖ്യാപിച്ചുകൊണ്ടാണ്. അവൻ്റെ മരണം പ്രഖ്യാപിച്ചുകൊണ്ടാണ്. ഓർമ്മയാചരിക്കുമ്പോഴേ മരണം പ്രഖ്യാപിക്കുമ്പോഴാണ് അവൻ്റെ സാന്നിധ്യം സംരഭ്യമാകണത്. ആ സാന്നിധ്യമാണ് വഴിയാത്രയിൽ നമ്മുടെ കൂടെ ഉണ്ടാവുന്നത്. അതാണ് വാഗ്ദാന പേടകത്തിൻ്റെ ആധ്യാത്മികത. അതുകൊണ്ട് തന്നെ ദൈവസാന്നിധ്യം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എൻ്റെ സഹോദരങ്ങളെ, നമുക്കറിയാമല്ലോ, ചില കാര്യങ്ങൾ നിങ്ങൾ വേദനിക്കരുതെന്നാണ് നോൻപ് കാലത്ത് എനിക്ക് പറയാനുള്ളത്. ചില കാര്യങ്ങളിൽ, ദൈവം സന്തോഷിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ വേദനിക്കരുത്. പറഞ്ഞു മനസ്സിലായോ? പൗലോസിൻ്റെ അൾസറിൽ ദൈവം സന്തോഷിച്ചതാ എന്നാണ് പൗലോസ് പറയണത്. പൗലോസിൻ്റെ അൾസർ രോഗതയില്ലേ, അതിൽ പൗലോസ് സങ്കടപ്പെട്ട് ദൈവം സന്തോഷിച്ചു. പിന്നീട് പരിശുദ്ധാത്മാവ് പൗലോസിനോട് പറഞ്ഞു, ദൈവത്തിൻ്റെ സന്തോഷത്തിൻ്റെ രഹസ്യം പറഞ്ഞു.
എന്താണെന്നോ, നിൻ്റെ അൾസറിൽ ദൈവത്തിന് സന്തോഷം, നിനക്കാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല, വേദനയുമാണ്. നിനക്ക് സങ്കടം, ദൈവത്തിന് സന്തോഷം. ദൈവം സന്തോഷിക്കുന്ന വിഷയത്തിൽ നമുക്കും സന്തോഷിക്കാൻ വേണ്ടി എപ്പോൾ സഹായിക്കാൻ നമുക്ക് പറ്റണേ, അപ്പോൾ നമ്മൾ ക്രിസ്ത്യനാകും. ശരിക്കും ക്രിസ്ത്യൻ മീൻസ് വിശ്വാസിയാകും. ഇപ്പോൾ എല്ലാവരും അക്കരേശ്വരം എന്തുമാത്രമുണ്ട് ഇവിടെ. ഇപ്പോൾ ഞാൻ ക്രിസ്ത്യൻ എന്ന് പറയുമ്പോൾ നിങ്ങളത് ഒരു ചുരുങ്ങിയ വാക്കാണെന്ന് വിചാരിക്കരുത്. വിശ്വാസി. അപ്പോൾ നമ്മൾ വിശ്വാസിയാകും. ദൈവത്തിൻ്റെ സന്തോഷം നമുക്ക് സന്തോഷമാകുന്ന സമയത്ത് നമ്മൾ വിശ്വാസിയാകും. പൗലോസിൻ്റെ സങ്കടങ്ങളിൽ ദൈവത്തിന് സന്തോഷമായിരുന്നു എന്നാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത്. എന്താ പരിശുദ്ധാത്മാവ് പറഞ്ഞത്? വെളിപാടുകളുടെ ആധിക്യത്താൽ, പറഞ്ഞേ, വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അഹങ്കരിക്കാതിരിക്കാൻ അവൻ എനിക്കൊരു മുള്ള് തന്നിരിക്കുന്നു. കുത്തിക്കയറുന്ന മുള്ളാണേ, അൾസറാണ് പരിപാടി. അത് പൗലോസിനോട് പറഞ്ഞത്, നിനക്കിത്തിരി അഹങ്കാരം കൂടുതലാണ്. ഇങ്ങനെ പോയാൽ എനിക്ക് നിൻ്റെ കൂടെ സഞ്ചരിക്കാൻ പറ്റത്തില്ല. അഹങ്കാരം ഉണ്ടെങ്കിൽ ഞാൻ സഞ്ചരിച്ചാലും നിനക്ക് അറിയാൻ പറ്റത്തില്ല. അതാണൊരു കുഴപ്പം, അഹങ്കാരത്തിൻ്റെ കുഴപ്പം. ആധിക്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഹങ്കാരം ഉണ്ടാവും, എന്തെങ്കിലും വിഷയത്തിൽ. ഇപ്പോൾ 2 കൊറിന്ത്യസ് 12:9 എന്താ പറയണത്? ഒന്ന് പറഞ്ഞ്, വെളിപാടുകളുടെ ആധിക്യത്താൽ അഹങ്കരിക്കാതിരിക്കാൻ അവിടെ നിനക്കൊരു മുള്ള് നൽകി. ഇപ്പോൾ ഒരു മുള്ള് ഉറപ്പാണ്. എന്താ സംഭവം? അത് അവൻ്റെ മരണത്തിൻ്റെ പ്രഖ്യാപനമാണ്. മുള്ളുകൾ അവൻ്റെ മരണത്തിൻ്റെ പ്രഖ്യാപനമാണ്. അവൻ്റെ തലയിലിരിക്കുന്നത് എന്താണ്? കാരമുള്ളിൻ്റെ കിരീടമാണ്. അപ്പം അവൻ്റെ മരണത്തിൻ്റെ പ്രഖ്യാപനമായി ഏതെങ്കിലും ഒരു മുള്ള് നമുക്കുണ്ടാവും. പറഞ്ഞാൽ മനസ്സിലായി? അപ്പോഴൊക്കെ അവൻ്റെ ഓർമ്മയെ ആചരിക്കുക. ആ മുള്ള് കുത്തിക്കൊള്ളുമ്പോൾ നീ ഓർക്കണം, അവൻ്റെ ഓർമ്മയെ ആചരിക്കുന്നു, അവൻ്റെ മരണം പ്രഖ്യാപിക്കുന്നു. അപ്പം കൃപയൊഴുകി വരണത് മുള്ള് വഴിയാണ്. പറഞ്ഞാൽ മനസ്സിലായ? കൃപയൊഴുകി വരണത് അവൻ്റെ മരണം ആചരിക്കുമ്പോഴാണ്, അവൻ്റെ ഓർമ്മ ആചരിക്കുമ്പോഴാണ്, അവൻ്റെ മരണം പ്രഖ്യാപിക്കുമ്പോഴാണ്. അത് ആണ് പൗലോസ് പറയണത്. വെളിപാടുകളുടെ ആധിക്യത്താൽ, പറഞ്ഞേ, വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അഹങ്കരിക്കാതിരിക്കാൻ അവിടെ നിനക്കൊരു മുള്ളു നൽകി. അപ്പോൾ ഇതുപോലെയുള്ള ചില മുള്ളുകളുണ്ടാവും, ഇല്ലേ? ഇപ്പോൾ നമ്മളെ സങ്കടപ്പെടുത്തുന്ന എല്ലാ സാഹചര്യവും വ്യക്തികളും മുള്ളുകളാണ്. പിടികിട്ടിയ? അത് ഓഫീസിലാകാം, അല്ലേ? ടീച്ചർമാരാണെങ്കിൽ പഠിപ്പിക്കുന്ന സ്കൂളിലാകാം, ഓഫീസ് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവിടെയുള്ള പരവെപ്പും സൂചിവെപ്പും അത്യാവശ്യ കലാപരിപാടികളാകാം. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ഇനി നരകം പിടിച്ച സ്കൂളിലേക്ക് പോകണ്ടെന്ന് തോന്നും. ചിലപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ആകാൻ വേണ്ടി നിങ്ങൾ വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്ന ആളാകാം. കാര്യം എന്താ? പ്രായമായ അപ്പനും അമ്മയും വീട്ടിലുള്ള കാരണം നമുക്ക് വന്ന് സമയത്ത് കഞ്ഞി കോരി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ വേദനിക്കുന്നത്. ഇപ്പം ചിലപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് അരഞ്ഞ് തല്ലി സ്കൂളിൽ പഠിപ്പിച്ച് കണ്ണും തലയും കറങ്ങി വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിലുള്ളവർ അവർക്ക് അവരുടെ കാര്യങ്ങൾ നടക്കാത്ത കാരണം മോന്തം കയറ്റി നമ്മളോട് മോന്തം കാണിക്കും. അപ്പോൾ ഓർക്കും എനിക്ക് അവിടെയും പ്രശ്നം, വീട്ടിൽ വന്നപ്പോൾ ഇവിടെയും പ്രശ്നം. അതാണ് മുള്ളെന്ന് പറയണത്. പറഞ്ഞാൽ മനസ്സിലായ? ഇങ്ങനെയുള്ള മുള്ളുകളും മോന്ത കയറ്റലുകളൊക്കെ മരണമായിട്ട് പ്രഖ്യാപിക്കണമെന്ന്, അവൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണമെന്ന്, കൃപയാർജിക്കണമെന്ന്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. സ്വത്ത് സമ്പാദിക്കുന്ന വിധം പറഞ്ഞു തരികയാണ്. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? എന്തെങ്കിലും മുള്ളുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അപ്പോൾ എവിടെയാണ് ആധിക്യമെന്ന് നോക്കണം. ആധിക്യം എന്തുണ്ടാക്കുമെന്നാണ് പറയണത്? അഹങ്കാരം ഉണ്ടാക്കും. പിടിയില്ലേ? എന്തെങ്കിലും ആധിക്യം ഉണ്ടെങ്കിൽ നമുക്ക് അഹങ്കാരം ഉണ്ടാകും. ആവശ്യം അതിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? 2 കൊറിന്ത്യസ് 12:9 വെളിപാടുകളുടെ ആധിക്യത്താൽ. വെളിപാടിന് പോലും ആധിക്യം അഹങ്കാരം ഉണ്ടാക്കുമെങ്കിൽ മറ്റുള്ളവൻ്റെ കാര്യം പറയേണ്ട കാര്യമുണ്ട്. വെളിപാട് ആരും കാണാത്ത സാധനമാണ്. വീട്, മുറി, കാറ്, വീടൊക്കെ സ്വർണ്ണം എല്ലാം ആൾക്കാർ കാണുന്നതാണ്. വെളിപാട് ആര് കാണാനാണ്? ഇല്ലേ? വെളിപാട് നമുക്കുണ്ടായാൽ വരും കാണുക, ആരും കാണത്തില്ല. മനുഷ്യന്മാരെ കാണാത്ത കാര്യങ്ങൾക്ക് പോലും നമുക്ക് അഹങ്കാരം ഉണ്ടാക്കുമെങ്കിൽ കാണുന്ന കാര്യങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? തീർച്ചയായിട്ടും നമുക്ക് അഹങ്കാരം ഉണ്ടാവും. മറ്റുള്ളവരെക്കാൾ കൂടുതൽ നമുക്ക് മാർക്ക് കിട്ടിയാൽ അഹങ്കാരം ഉണ്ടാകും. നമുക്ക് മറ്റുള്ളവരെക്കാളും നമുക്ക് സൗന്ദര്യം ഉണ്ടെന്ന് നമുക്ക് തോന്നിയാൽ അഹങ്കാരം ഉണ്ടാവും.
മറ്റുള്ളവരെക്കാൾ സ്ഥലമുണ്ട്, ശമ്പളമുണ്ടെന്ന് പറഞ്ഞാൽ അഹങ്കാരം ഉണ്ടാവും. എവിടെയെങ്കിലും അതിൻ്റെ ഗിമ്മിക്ക് നമ്മൾ കാണിച്ചിരിക്കും, അബോധ മനസ്സിലെങ്കിലും അതിൻ്റെ ഗിമ്മിക്ക് എവിടെയെങ്കിലും നമ്മൾ കാണിച്ചിരിക്കും. ഇതില്ലാഞ്ഞിട്ട് തന്നെ ആൾക്കാർ കാണിക്കുന്നു. നമുക്ക് കാണിക്കാൻ ഇല്ലാഞ്ഞിട്ട് പോലും അടിയന്തരങ്ങളിലൊക്കെ വലിയ കാറൊക്കെ വാങ്ങിച്ച് വാടക എടുത്താണ് പോണത്. വേണമെങ്കിൽ ഓട്ടോറിക്ഷയ്ക്ക് പോകാം, ബസ്സിനും പോകാം, പോകത്തില്ല. അതിനൊരു 20,000 രൂപ മുടക്കി വാടകയ്ക്ക് കാർ എടുത്താണ് പോണത്. എന്ത് കാറാണ്? നല്ല ഹൈഫൈ കാറുകളാണ്. ഹൈഫൈ കാറുകൾ എടുത്ത് പോയി നമ്മൾ കല്യാണത്തിൽ ചെന്നിട്ട് നമ്മൾ വലിയ സ്റ്റാൻഡേർഡുള്ള ആൾക്കാരുടെ കൂടെ ആ കാറ് കയറ്റി ഇടുമ്പോൾ, എന്നിട്ട് നമ്മൾ കാറിൻ്റെ ഡോറും അടച്ചോട്ട് തിരിച്ച് വന്നിട്ട് കരിക്കുറിച്ചൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ തിരിച്ച് നടന്ന് വരികയില്ലേ? ഇപ്പം കരിവാരത്തകണ കാര്യം അച്ഛൻ പറഞ്ഞായിരുന്നല്ലോ അല്ലേ? നമ്മുടെ പിന്നിൽ നമ്മൾ അത്ര കുറഞ്ഞ പുള്ളിയല്ലെന്ന് നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി മരണം വരെ ഉള്ള ഒരു യുദ്ധം നടക്കുന്നുണ്ട് ഇവിടെ. ഇത് ആധിക്യമാണ്. എന്തിൻ്റെയോ ഒന്നെങ്കിൽ അത് നമുക്കില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോഴും ഉണ്ടാകുന്ന ദ പാസീവ് ആൻഡ് ആക്റ്റീവ് സെൽഫിഷ്നെസ്. അഹങ്കാരം ചിലപ്പോൾ ആക്റ്റീവ് ആകും, ചിലപ്പോൾ പാസീവ് ആകും. പാസീവ് എന്ന് വെച്ചാൽ ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് ഭാവിച്ച് ഉള്ളതുപോലെ കളിക്കുക, ആൾക്കാരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുക. മറ്റത് ഉള്ള കാര്യം ഉള്ളതിൽ മറ്റുള്ളവരെക്കാൾ തലക്കനം കാണിക്കുക. അത് ആക്റ്റീവ് സെൽഫിഷ്നെസ്സാണ്. പാസീവ് എന്ന് പറയണത് ഇല്ലെങ്കിലും, ഇപ്പോൾ ഒരു വീട് വെച്ചൊരുത്തൻ, അപ്പോൾ കുഞ്ഞ് അവനോട് പറയാണ്, അപ്പാ ചിന്നു ഡൊമിനിക്കിൻ്റെ വീട്ടിൽ 2 നിലയുണ്ട്, നമുക്ക് 2 നില വേണമെന്ന് പറയും. അപ്പോൾ അപ്പനും അത് സന്തോഷിച്ച് അപ്പനും പറഞ്ഞ് നമുക്ക് 2 നില ആക്കാവുന്ന. അത് സമാധാനമായി കൊച്ചിനെ. കൊച്ചു വരെ അഹങ്കാരിയാണ്. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. ചിന്നു ഡൊമിനിക്കിൻ്റെ വീട്ടിൽ അവളെ നഴ്സറി എല്ലാം മറ്റേ പഠിക്കണം തോന്നുന്നു. അവളുടെ വീട്ടിൽ 2 നില കെട്ടിയപ്പോൾ ഇവിടെ 1 നിലയേ ഉള്ളൂ. അപ്പോൾ ഉടനെ അമ്മയും അപ്പനും പറഞ്ഞ് കൊച്ചു പറയണല്ല 2 നില വേണമെന്ന്. നമ്മൾ ചിൽഡ്രൻസ് ഫ്രണ്ടിലാണ് ഫാമിലി, മലയാളി ഫാമിലീസ് അല്ല. കുട്ടികൾ എന്ത് പറയണം അതുപോലെയൊക്കെ ചെയ്യും. ഇപ്പം എന്നാ പറ്റി? സ്റ്റെയർ കേസിന് അടുക്ക് വെച്ചിരിക്കുക. അപ്പോൾ എന്നാ പ്രശ്നം? കൊച്ചിനെ പറ്റിക്കാൻ ചെയ്തതാണ്, 2 നിലയാക്കാൻ ചെയ്തതാണ്. ഇപ്പോൾ സൈഡിലായിരുന്നു സ്റ്റെയർ കേസ്. മറ്റേ കാര്യങ്ങളൊക്കെ മുളകും മല്ലിയൊക്കെ ഉണക്കാൻ വേണ്ടി സൈഡിൽ കൂടി പോകാമല്ലോ, മുകളിൽ ഉണക്കാമല്ലോ. ഇപ്പോൾ കൊച്ചു പറഞ്ഞപ്പോൾ നമ്മൾ സ്റ്റെയർ കേസിന് അടുക്ക് വെച്ച്, നടുക്ക് വെക്കുമ്പോൾ എന്താ പുസ്തകം? നടുക്ക് വെക്കുമ്പോൾ സ്റ്റെയർ കേസിനകത്ത് വെള്ളം വീഴത്തില്ലേ? അപ്പം നമുക്ക് അതോടൊരു വീട് പോലെ മുകളിൽ കെട്ടി വെക്കേണ്ടായിരുന്നു. അപ്പോൾ 2 നിലയായില്ലേ? അത് ഇത്തിരി വിസ്തരിച്ച് കെട്ടുമ്പോൾ ഓക്കെ ആയി. അപ്പോൾ നാട്ടുകാരുടെ മുമ്പിൽ ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് ഭാവിച്ച് ജീവിക്കുമ്പോഴാണ്, അതിനാണ് പാസീവ് സെൽഫിഷ്നെസ്. അത് ഇങ്ങനെ ശാന്തമായ ആക്റ്റീവ് ചെയ്യത്തില്ല. പക്ഷേ സാധനം ഉണ്ട്, ഇല്ലാഞ്ഞിട്ട് പോലും ഉണ്ടെന്ന് ഭാവിച്ച് നമ്മൾ ആരോ കുറഞ്ഞ പുള്ളികളല്ലെന്ന് ധരിപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇവിടെ എല്ലാം അഹങ്കാരം എന്നുള്ള കണ്ടൻറ്റ് വർക്ക് ചെയ്തു പോകും. നോൻപ് കാലത്ത് നമ്മളെ ടോർപ്പേഡോ ചെയ്യേണ്ട ഒരു ശത്രു അതാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ഇതുണ്ടോ എന്ന് നോക്കണം. ഇതിൻ്റെ കുഴപ്പം വെച്ചാൽ യേശുവിൻ്റെ മരണം പ്രഖ്യാപിക്കാൻ പറ്റത്തില്ല. മരണം പ്രഖ്യാപിക്കാത്തവർക്ക് ഉയർപ്പിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഉയർപ്പിൽ വിശ്വസിക്കാൻ പറ്റാത്തവർക്ക് വരവ് കാത്തിരിക്കാനും പറ്റത്തില്ല. അപ്പോൾ പിശാചിനെ പോലുള്ള വിശ്വാസമായി മാറും. വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ പിശാചിനെ പോലുള്ള വിശ്വാസമാണ്. ദൈവം ഏകനാണെന്നൊക്കെ അറിയാം, പക്ഷേ ദൈവ മഹത്വത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കുന്നില്ല. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ ഏതെങ്കിലും വിധം ഏതെങ്കിലും വിഷയം ഇല്ലാത്തത് കൊണ്ട് ദുഃഖമോ ഉള്ളത് കൊണ്ട് അമിതമായ അഭിമാനമോ മൂലമുണ്ടാകുന്ന മഹത്വത്തിൻ്റെ മങ്ങലുകളെ തെച്ചുമിനുക്കാൻ സമർപ്പണത്തിൻ്റെ കൃപ നൽകണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടാകട്ടെ. ശുശ്രൂഷ സമാപിക്കാൻ പോകുന്നു. അവസാനമായി പറയാനുള്ള ഇത്രയേ ഉള്ളൂ. അതായത് ഓർമ്മ ആചരിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് സാന്നിധ്യം സംലഭ്യമാകുന്നത്.
ഓർമ്മയാചരിക്കുന്നത് മരണത്തെ പ്രഖ്യാപിച്ചുകൊണ്ടാണ്. മരണത്തെ പ്രഖ്യാപിക്കുന്നത് വിശ്വാസം മൂലമാണ്. നമുക്കുണ്ടാകുന്ന ക്ലേശ സാഹചര്യങ്ങളെ, വ്യക്തികളെയും അത് യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ മരണത്തിൻ്റെ പ്രഖ്യാപനമായിട്ട് ക്ഷമയോടെ സ്നേഹത്തോടെ അക്സെപ്റ്റ് ചെയ്താൽ അപ്പോൾ കർത്താവിൻ്റെ സമർപ്പണത്തിലേക്കാവും. സമർപ്പണം ചെയ്തു കഴിഞ്ഞാൽ ഉടനെ ഭൂമി പിളർത്തിക്കൊണ്ട് പ്രേതാലയങ്ങൾ തുറന്നുകൊണ്ട് അപ്പൻ ഈശോൻ്റെ മരണം ആഘോഷിച്ചുകൊണ്ട് ഉയർപ്പിൻ്റെ അടയാളങ്ങൾ കാണിക്കും. അതാണ് മഹത്വം. ശ്രുതികട ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അമിതമുള്ള എല്ലാ വിഷയങ്ങളും എന്നിൽ അഹങ്കാരം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കർത്താവേ, നിന്റെ നാമത്തിലെ ഹൃദയപൂർവ്വം ക്ഷമിക്കുവാനും കർത്താവേ, ആധിക്യത്താൽ അഹങ്കാരം ഉണ്ടാകാതിരിക്കാൻ എൻ്റെ ജീവിതത്തിലെ പല സ്ഥലങ്ങളിൽ നിന്ന് എൻ്റെ ശരീരത്തിൽ നിന്ന് പോലും രോഗങ്ങളായും മാനസിക പീഡകളായും അനുഭവിക്കുന്ന ഓരോ വിഷയവും കർത്താവേ, എൻ്റെ അഹങ്കാരത്തെ കർത്താവേ അമർച്ച ചെയ്തുകൊണ്ട് ആത്മവിശുദ്ധീകരണത്തിനായി നിന്റെ മരണത്തെ പ്രഖ്യാപിച്ച് ഉയർപ്പിലെ വിശ്വസിച്ച് നിന്റെ നാമത്തിലെ മഹത്വം കരേറ്റ് കൃപയുള്ള വിശ്വാസികളായി മാറുവാൻ എന്നെ അങ്ങ് പരിപാലിക്കുന്നതിനെ ഓർത്തുകൊണ്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ രോഗാതുരമായ ഇടങ്ങളിലെ കർത്താവിൻ്റെ നാമത്തെ കൈവച്ച് പ്രാർത്ഥിച്ച് രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും എഴുന്നേൽക്കുക. ഇരിക്കുന്നവർ ഒന്നുകൂടി എഴുന്നേൽക്കുക. ഉദരഭാഗത്ത് ആണ് കൈ വെക്കേണ്ടത്. ആദ്യം ഉദരരോഗികൾ, പിസ്റ്റുല രോഗികൾ, PCOD രോഗികൾ, രോഗികൾ, ഗർഭാശയത്തിൽ സിസ്റ്റുള്ളവർ, മൂത്രാശയത്തിൽ കല്ലുകളുള്ളവർ, കോൺസ്റ്റിപ്പേഷൻ പോലുള്ള രോഗങ്ങളുള്ളവരെല്ലാം ഉദരത്തിൽ കൈവയ്ക്കേണ്ട സമയമാണ്. ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുക മൂലം ഒത്തിരി പേര് സാക്ഷ്യം പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ട്. കൈവെക്കുമ്പോൾ നിങ്ങൾ പറയണം, അച്ഛനോട് ചേർന്ന് പറയണം, കർത്താവേ, എൻ്റെ ഉദരത്തെ അങ്ങ് സ്പർശിക്കണമേ. എൻ്റെ ഉദരത്തിൽ വെച്ചിരിക്കുന്ന കൈകൾ അങ്ങയുടെ നാമത്തിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. പരിശുദ്ധ അമ്മേ, ഈ നിമിഷം എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഈശോ, എന്നെ സ്പർശിക്കണമേ. എൻ്റെ കൈകളെ നിൻ്റെ കൈകളായി ഈ നിമിഷം മാറ്റണമേ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഉദര രോഗങ്ങൾ ഞാൻ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരുടെയും ഉദര രോഗങ്ങൾ ഈ നിമിഷം യേശുനാമത്തിൽ, യേശുനാമത്തിൽ, യേശുനാമത്തിൽ സൗഖ്യമാകട്ടെ. ശ്രുതികട ഹല്ലേലൂയ. സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, അവിടുത്തെ ആയിപ്രകാരുന്ന കരത്താൽ സ്പർശിച്ച് സൗഖ്യം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നെഞ്ചിലെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിങ്ങൾക്ക് നെഞ്ചുവേദന ഇല്ലെങ്കിലും നിങ്ങളുടെ ബന്ധുക്കൾ, വീട്ടിലുള്ളവരെ അവരെ ഓർത്തുകൊണ്ട് യേശുനാമത്തിൽ വെച്ചാൽ നമ്മൾ ആർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാര്യം യേശു എല്ലാമാണ്, എല്ലാവരിലുമാണെന്നുള്ള വചനം ഓർക്കണം. കൊളോസ്യസ് 3:11. അപ്പം എല്ലാവരിലും നമ്മൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുനാമത്തിൽ ഇപ്പം നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അപ്പോഴാണ് യേശു നമ്മളെ തിരിച്ചറിയണത്. നെഞ്ചുവേദനയുള്ളവരെ, ഹൃദയത്തിന് ദൂരമുള്ളവരെ, ചിലപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഹൃദയം ദൂരം ഉണ്ടാകാം. കുഞ്ഞുങ്ങളിവിടെ ഇല്ലായിരിക്കും. അപ്പം നിൻ്റെ ഹൃദയത്തെ ആ കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് യേശുനാമത്തിൽ ഹൃദയത്തിൽ കൈവെക്കാം.
കൂടിയ വിശ്വാസം ആവശ്യപ്പെടുന്ന ഒരു പ്രാർത്ഥനയാണിത്. കരളിന് രോഗമുള്ളവർ നെഞ്ചിൻ്റെ കൂടിന് കൈവെക്കട്ടെ. ഇപ്പോഴ് ലോകം മുഴുവനും വ്യത്യസ്തമായ നാടുകളിലും വീടുകളിലുമൊക്കെ ഇരുന്ന് ഈ ശുശ്രൂഷ ലൈവായി കൂടുന്നവരെ ഈ പ്രാർത്ഥനയിൽ സജീവമായി പങ്കെടുക്കേണ്ടതാണ്. അവർക്ക് ഹൃദയത്തിനും നെഞ്ചിനും രോഗമുണ്ടെങ്കിൽ അവരിപ്പോഴും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. നിങ്ങൾ നെഞ്ചിൽ കൈവെക്കുക യേശുനാമത്തിൽ. ശ്വാസകോശ രോഗികളും നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. പതിരയ്ക്ക് പ്രഷർ വേരിയേഷനുള്ളവർ, ഹാർട്ടിന് പ്രഷർ വേരിയേഷനുള്ളവരൊക്കെ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. പങ്ക്രിയാസ് രോഗികൾ നെഞ്ചിൻ്റെ കൊമ്പിന് കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. പറയുക, കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞാൻ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഹൃദയ രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, പങ്ക്രിയാസ് രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, ശ്വാസനാളി രോഗങ്ങൾ യേശുനാമത്തിൽ സൗഖ്യമാകട്ടെ. രോഗമില്ല മാറിടട്ടെ, കഷ്ടമില്ല നീങ്ങിടട്ടെ. രോഗമില്ല മാറിടട്ടെ, കഷ്ടമില്ല നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. കിഡ്നി രോഗികൾ, ഹിപ്പിന് രോഗമുള്ളവർ, ഹിപ്പ് പൊടിയുന്ന അസുഖം, തേയ്മാനങ്ങൾ, മുട്ടിൻ്റെ തേയ്മാനങ്ങൾ, അസ്ഥി തേയ്മാനങ്ങൾ, അങ്ങനെയുള്ള എല്ലാവരും നടുവിന് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കിഡ്നി രോഗികൾ, അതുപോലെ തന്നെ അസ്ഥി രോഗികൾ, ഹിപ്പിന് തേയ്മാനമുള്ളവർ. മക്കളെ, പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്താണ്, ആയിരങ്ങൾ എല്ലാ മാസവും സാക്ഷ്യം പറയുന്ന ഇടത്താണ് നീ നിന്ന് പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മ വേണം. വെരിക്കോസ് രോഗികൾ, അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കിഡ്നി രോഗികളെ, കിഡ്നി കല്ലുള്ളവരെ, കർത്താവേ, കിഡ്നി വീക്കമുള്ളവരെ, കിഡ്നി ഡാമേജ് ആയവരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഇപ്പോൾ സ്പർശിക്കണമേ, കിഡ്നിയെ പൂർവാവസ്ഥയിലേക്ക് മാറ്റണമേ. അസ്ഥി രോഗികള്, അസ്ഥി തേയ്മാനമുള്ളവര്, വാദരോഗികള് യേശുനാമത്തിൽ സൗഖ്യമാകട്ടെ. ശ്രുതികട ഹല്ലേലൂയ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, സന്തോഷമാകണം. മനസ്സിൽ വലിയ അനുഗ്രഹങ്ങൾ കിട്ടുന്ന സമയമാണ്. തൊണ്ടയിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. തൊണ്ട ടോൺസിൽ രോഗികൾ, തൈറോയിഡ് രോഗികൾ, കുറേ മനുഷ്യരെ തൈറോയിഡ് രോഗങ്ങളിൽ നിന്ന് സൗഖ്യപ്പെടുന്നതായിട്ട് ഇന്ന് സാക്ഷ്യം പറഞ്ഞായിരുന്നു. മഹാരോഗങ്ങളെന്നൊക്കെ പറഞ്ഞു ചുമ്മാ ഒരൊറ്റ ഉടമ്പടി കൊണ്ട് ഇതെങ്ങനെയാണ് സുഖപ്പെടുന്നത് നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടതാണ്. തൈറോയ്ഡ് രോഗികൾ, ടോൺസിൽ രോഗികൾ, അതുപോലെ തന്നെ സ്പോണ്ടിലോസിന് അസുഖമുള്ളവർ ഒക്കെ തൊണ്ടയിൽ കൈവെക്കുക. ശിരസ് സംബന്ധമായ രോഗികൾ നെറ്റിയിൽ കൈവെക്കുക. മക്കളെ, ഇപ്പോൾ വീട്ടിലുള്ള ആൾക്കാരില്ലേ, അല്ലെങ്കിൽ ബന്ധുക്കൾ,
അടുപ്പക്കാരെ നിങ്ങൾക്ക് അറിയാവുന്നവരെ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഈ മൂക്കിന് എന്തോ ഇടതുവശത്ത് ഇങ്ങനെ ഇതുപോലെ വരുന്ന രോഗം, അതായത് ഒരു ചെമന്ന മുന്തിരിങ്ങ പോലെ ഇങ്ങനെ വരും. കറുപ്പ നിറമല്ല, ഒരു തരം ചെമന്ന തവിട്ട് നിറത്തിലുള്ള മുന്തിരിങ്ങയില്ലേ, അതായത് കറുപ്പുമല്ല അതേസമയം തന്നെ ചുവപ്പുമല്ലാത്ത കളറുടെ മുന്തിരിങ്ങ പോലെ മൂക്കിലിങ്ങനെ ഇടതുവശത്ത് ഇങ്ങനെ മൂക്കിൻ്റെ അടുത്ത് ഇങ്ങനെ പൊങ്ങി വരും. ആ രോഗത്തെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുന്നതിൻ്റെ സന്ദേശമുണ്ട്. ശ്രുതികട ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ നെറ്റിയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. നെറ്റിയുടെ എന്ന് പറയുമ്പോൾ ശിരസിൻ്റെ മുഴുവനും രോഗങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. നെറ്റിയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് തന്നെയാണ് നേരത്തെ ഉദരത്തിന് വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചില്ലേ, അപ്പോൾ ഫ്ലോ ഉണ്ടാകുന്ന രോഗങ്ങൾ, ചിലപ്പോൾ മലം അറിയാതെ പോകും, മൂത്രം അറിയാതെ പോകും, ബ്ലഡ് അറിയാതെ പോകുന്നില്ലേ, അങ്ങനെ രോഗങ്ങളെ കർത്താവ് സ്പർശിക്കുന്ന സുഖപ്പെടുത്തുന്ന സന്ദേശമുണ്ട്. ശ്രുതികട ഹല്ലേലൂയ. എന്തോ സാധനം വളർന്നു വരുന്നതും അതുപോലെ എന്തോ ശരീരത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതുമായിട്ട് രോഗങ്ങൾ, ഇപ്പം നമ്മൾ ചെറിയ കിഴങ്ങ് വർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ എന്തോ ഒരു അങ്ങനെ പല സാധനങ്ങൾ, ചില മാംസകഷ്ണങ്ങൾ ഇറങ്ങി വരുന്ന രോഗങ്ങൾ കർത്താവ് സ്പർശിച്ച് സൗഖ്യത്തേക്ക് നയിക്കുന്നു. ഹല്ലേലൂയ. ഈ സൗഖ്യങ്ങളെല്ലാം അടുത്ത മാസം നിങ്ങൾ സാക്ഷ്യം പറയേണ്ടതാണ്. ഇപ്പോഴും നെറ്റിയിൽ കൈവെക്കുക. ഇപ്പോഴും നമ്മൾ നെറ്റി കൈവെക്കുന്നതിൻ്റെ ഉദ്ദേശം, കണ്ണിന് കാഴ്ചക്കുറവുള്ളവരുണ്ട്, കണ്ണ് മങ്ങുന്നവരുണ്ട്. ഇന്നും കാഴ്ചക്കുറവുള്ളവരുടെ സാക്ഷ്യം അവരുടെ കണ്ണ് പുതിയ കാഴ്ച കിട്ടിയതായിട്ടും കണ്ണ് തുറന്നതായിട്ടും ഇന്നും നമ്മൾ സാക്ഷ്യം കേട്ടതാണ്. അതുകൊണ്ട് കണ്ണും ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നവർ, ചെവി കേൾക്കാൻ പാടില്ലാത്തവർ, കണ്ണിന് മങ്ങലുള്ളവർ, കണ്ണ് ഡാമേജായി പോയവർ, അവരെല്ലാം നെറ്റിയിലാണ് നമ്മൾ കൈവെക്കുന്നത്. അവരെല്ലാം ആ സൗഖ്യങ്ങളെല്ലാം കണ്ടുകൊണ്ട്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ്, ഡബിൾ വിഷനുള്ളവർ, അവരെല്ലാം നെറ്റിയിൽ കൈവെക്കേണ്ടതാണ്. അപൂർവ രോഗങ്ങളാണ്. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സുമായിട്ട് ബന്ധപ്പെട്ട്, പീയൂഷഗ്രന്ഥിയുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളുള്ളവർ നെറ്റിയിലാണ് കൈവെക്കേണ്ടത്. ഇപ്പോഴേ ഇങ്ങനെ ഈ നെറ്റി ഇങ്ങനെ കുരുക്കളിങ്ങനെ ബലമുള്ള കുരുക്കൾ തൊട്ടാൽ നമ്മുടെ കയ്യിലും വേദന എടുക്കാൻ അമർത്തിയ കല്ല് പോലെ ഇരിക്കുന്ന ചില കുരുക്കൾ തള്ളി വരുന്ന രോഗങ്ങളെ കർത്താവ്, നെറ്റിമുഖത്ത് വരുന്ന രോഗങ്ങളെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കൈ നെറ്റിയിൽ തന്നെ വെക്കുക. രോഗികൾ വെക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആ രോഗമില്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ പേരോർത്തുകൊണ്ട് അവരുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. കർത്താവേ, അങ്ങയുടെ മക്കൾ ഇപ്പോൾ ശിരസ്സംബന്ധമായ രോഗങ്ങളുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈശോ നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമേ ദേവമാതാവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കണം. മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, അപൂർവ രോഗങ്ങൾ യേശു നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത് പോലെ കൈകൊണ്ട് ശരീരം പൊതിഞ്ഞ് സ്വസ്തികയിൽ വെച്ച് ഹോൾ ബോഡി, ഉള്ളംകാല് മുതൽ ഉച്ച വരെ ഉണ്ടാകുന്ന അപൂർവ രോഗങ്ങളെ കർത്താവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. എപ്പിലെപ്സി രോഗങ്ങൾ, ഓട്ടിസം രോഗങ്ങൾ,
അതുപോലെ തന്നെ അപസ്മാര രോഗങ്ങൾ, ഭ്രാന്തി രോഗങ്ങൾ. ഇപ്പം ഇന്നും നമ്മൾ സാക്ഷ്യങ്ങൾ കേട്ടതാണ് ഭ്രാന്ത് സുഖപ്പെട്ടതിൻ്റെ. ഇത് കേൾക്കുന്ന ചില ആൾക്കാർ പറയും ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ പിന്നെയും വരുമെന്ന്. പക്ഷേ ഈശോ സുഖപ്പെടുത്തിയപ്പോൾ, പിശാച് ബാധയെ സുഖപ്പെടുത്തിയപ്പോൾ ഇനി ഒരിക്കലും അവന് പ്രവേശിക്കരുതെന്ന് ഈശോ ശാസിച്ച് ബന്ധിച്ചായിരുന്നു. അതുപോലെ കർത്താവ് ഈ പറയുന്ന രോഗങ്ങളൊന്നും തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ ബന്ധിക്കുന്ന ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, pour out his spirit, the fire finger, soak with the precious blood. I command to you, the name of Jesus Christ, I sign it with the sign of cross, so that you will never again suffer from the same disease. In the name of Jesus Christ, we pray our Lord. ഈശോ നമ്മളെ അനുഗ്രഹിക്കുവാൻ പോവുകയാണ്. അവിടുത്തെ പ്രത്യാഗമനം വരെ അവിടുത്തെ മരണം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള വലിയ കൃപ നമ്മൾക്ക് ലഭിച്ചു കഴിഞ്ഞു. അവിടുത്തെ വലിയ ശക്തി അനുഗ്രഹമായി ഒഴുകുന്ന ഈശോ നമ്മളെ അനുഗ്രഹിക്കുന്ന സ്വർഗീയ നിമിഷങ്ങളാണ്. നിങ്ങൾ അനുഗ്രഹിച്ച കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അനുഗ്രഹിച്ചു കഴിഞ്ഞ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയെ സ്തുതിക്കട്ടെ. സ്തുതിക്കട്ടെ. നമ്മളെ അനുഗ്രഹിക്കുകയാണ് കർത്താവ്, നമ്മളെ അനുഗ്രഹിക്കുകയാണ് കർത്താവ്. നമ്മുടെ ദൈവം നമ്മളോട് കൂടെയായിരുന്നു കൊണ്ട് നമ്മളെ ഇതാ അനുഗ്രഹിക്കുകയാണ്. കർത്താവിന്റെ ശക്തി അനുഗ്രഹമായി നിങ്ങളിലേക്ക് പെയ്തിറങ്ങുന്ന സ്വർഗീയ നിമിഷങ്ങൾ ഈശോയെ അനുഗ്രഹിച്ച ഈശോയെ, ഹല്ലേലൂയ 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 യേശുവേ യേശുവേ ഈശോയെ ഈശോയെ നന്ദി കർത്താവേ. എന്റെ വേദനകൾ ഏറ്റെടുത്ത കർത്താവേ, ഹല്ലേലൂയ 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 യേശുവേ യേശുവേ സർവശക്തിയോടുകൂടി സ്തുതിക്കട്ടെ. സന്തോഷത്തോടുകൂടി ഇതാ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കുന്നു, നിങ്ങളെ ആശീർവദിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൈകൾ ഉയർത്തി സ്തുതിക്കട്ടെ, നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 കൂടെയായി സ്വർഗീയ നിമിഷങ്ങൾ സന്തോഷത്തോടുകൂടി നന്ദി പറഞ്ഞ് സ്തുതിച്ചേ. ഹല്ലേലൂയ 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 യേശുവേ, ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ, ഹല്ലേലൂയ 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 യേശുവേ 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 ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ യേശുവേ യേശുവേ. എല്ലാ മക്കളെയും അനുഗ്രഹിച്ച ഈശോയെ നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിക്കുന്നു ഈശോയെ. ഹല്ലേലൂയ 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 അനുഗ്രഹിച്ച ഈശോയെ നന്ദി പറയുന്നു കർത്താവേ. പുതിയ ബോധ്യം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ.